നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഓൺലൈൻ റേഡിയോ ആപ്ലിക്കേഷനാണ്. ഇത് ഞാൻ കുറേ നാളായിട്ട് ഉപയോഗിക്കുന്നതാണ്. നല്ലൊരു ആപ്ലിക്കേഷനാണ്. നമുക്ക് ഇൻ്റർനെറ്റ് ഉണ്ടെങ്കിൽ എവിടെ നിന്നും നമുക്ക് റേഡിയോ കേൾക്കാൻ സാധിക്കും ഈ ആപ്ലിക്കേഷൻ വഴി. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന ആൾക്കാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇനിയും ചെയ്യാൻ സാധിക്കുള്ളൂ. പിന്നെ വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ആപ്ലിക്കേഷൻ്റെ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് മലയാളം FM റേഡിയോ ആപ്ലിക്കേഷൻ. ഇത് HD ആണ്. അപ്പോൾ ഇതിവിടെ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ്. ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇതൊക്കെ നമുക്ക് കിട്ടുന്ന റേഡിയോ ചാനൽസ് ആണ് ഈ കാണുന്നത്. ഇതിന് ആന്റിനയോ കാര്യങ്ങളോ ഒന്നും വേണ്ട. നമ്മളുടെ ഫോണിൽ ഇൻ്റർനെറ്റ് ഉണ്ടായാൽ മതി. ഒരുപാട് റേഡിയോസ് ഉണ്ട് ഇതിൻ്റെ അത്. പിന്നെ ന്യൂസ് ചാനലുണ്ട്. അതൊക്കെ റേഡിയോ പോലെ നമുക്ക് കേൾക്കാൻ പറ്റും. മ്യൂസിക് ചാനൽസ് ഉണ്ട്. പിന്നെ വിദേശത്തുള്ള മലയാളം റേഡിയോ ചാനൽസ് ഉണ്ട്, ഗൾഫിലൊക്കെ ഉള്ള. പിന്നെ KS ചിത്ര, മോഹൻലാൽ, KJ യേശുദാസ് അവരുടെ പാട്ടുകൾ മാത്രമുള്ള റേഡിയോ ചാനൽസും ഉണ്ട് ഇതിൻ്റെ അകത്ത്. പിന്നെ AIR FM ഉണ്ട്. കോഴിക്കോട്, തിരുവനന്തപുരം, കൊച്ചി, കണ്ണൂർ അങ്ങനെയൊക്കെ അതൊരുപാടുണ്ട് AIR FM. പിന്നെ ഡിവോഷണൽ ചാനൽസ് ഉണ്ട്, ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം. അപ്പോൾ ഇങ്ങനെ ഒരുപാട് റേഡിയോ ചാനൽസ് ഉള്ള ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിച്ച് നോക്കാം. ഞാനിത് കുറേ നാൾ കൊണ്ട് ഉപയോഗിക്കുന്നതാണ്. ഇപ്പോൾ കോപ്പിറൈറ്റ് കാരണം എനിക്കിത് ഇവിടെ നിന്ന് പ്ലേ ചെയ്ത് കേൾപ്പിക്കാൻ പറ്റില്ല. ഞാനിത് ബ്ലൂടൂത്ത് സ്പീക്കർ വഴി പ്ലേ ചെയ്തൊക്കെ കേൾക്കുന്നതാണ് ഇടയ്ക്ക്. നല്ല സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു ആപ്ലിക്കേഷനാണ്. ഞാനിതിൻ്റെ ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയുള്ളൂ. ഓക്കെ, താങ്ക് യു.